ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം 3-ാം വാക്യം. ഈശോ കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. ഒരു കുഷ്ഠരോഗിയെ ഈശോ സുഖപ്പെടുത്തുന്നതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. ഈശോ ഒന്ന് മനസ്സു വയ്ക്കാൻ തയ്യാറാകുന്നിടത്ത്, ഈശോയ്ക്ക് ഒരു മനസ്സുണ്ടാകാൻ കഴിയുന്നിടത്ത് ഒരാളുടെ ഒരു ആയുസ്സിൻ്റെ ദുരിതമാണ് എന്നേക്കുമായി മാറുന്നത്. നമ്മളും ഒരുപക്ഷെ ഒരു ചെറിയ മനസ്സ് വെച്ചാൽ പലർക്കും അത് വലിയ ആശ്വാസവും അത്ഭുതകരമായ സൗഖ്യവും നൽകാനിടയാവും. മറ്റുള്ളവരുടെ ജോലി ചെയ്തു തീർക്കാൻ, അവരെ ഒന്ന് സഹായിക്കാൻ നമുക്കൊരു ചെറിയ മനസ്സ് വയ്ക്കാം. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നുവെന്ന് ഒരാളെക്കുറിച്ച് മനസ്സിലാക്കിയാൽ അയാളെ ഒന്ന് സഹായിക്കാൻ നമുക്കൊരു മനസ്സ് വയ്ക്കാം. വിഷമിച്ചിരിക്കുന്നവരെ കണ്ടാൽ ഒരു നല്ല വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ നമുക്കൊരു മനസ്സ് വയ്ക്കാം. പ്രാർത്ഥന ആവശ്യമുള്ളവരെ കണ്ടാൽ അവർക്ക് വേണ്ടി അവർ ചോദിക്കാതെ തന്നെ പ്രാർത്ഥിക്കാൻ നമുക്കൊരു മനസ്സ് വയ്ക്കാം. ഇത് ചെയ്തില്ല എന്ന് കരുതി, നമ്മൾ മനസ്സ് വെച്ചില്ല എന്ന് കരുതി നമ്മളെ ആരും ഒന്നും ചെയ്യില്ല, ഒരു നിയമവും ശിക്ഷിക്കില്ല. പക്ഷെ ദൈവം നമ്മളെ വിലയുള്ളവരായി കാണുന്നത് മറ്റുള്ളവരുടെ ഒരു ദുരിതം നീക്കാൻ, മറ്റുള്ളവരുടെ ഒരു പ്രശ്നം നീക്കാൻ, മറ്റുള്ളവരുടെ ആവശ്യത്തിൽ അവരെ ഒന്ന് സഹായിക്കാൻ നമ്മൾ കാണിക്കുന്ന ഒരു ചെറിയ മനസ്സ്, അത് ദൈവം നമ്മളെ വലുതായി കാണുന്ന കാര്യമാണ്. ദൈവത്തിന് അങ്ങനെ നമ്മളെ വലുതായി കാണാം. ഒപ്പം നമ്മുടെ ആ ഒരു ചെറിയ മനസ്സ് വയ്ക്കൽ, നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പക്ഷെ നമുക്ക് ചെറുതെന്ന് തോന്നുന്ന ഒരു സഹായം, നമ്മൾ ചെറുതായി ഒന്ന് മനസ്സ് വയ്ക്കുന്നത് അവർക്ക് വലിയ ആശ്വാസമാവും. പലപ്പോഴും അത്ഭുതകരമായ സൗഖ്യവും മാറ്റവും അവരുടെ ജീവിതത്തിൽ നൽകുകയും ചെയ്യും. വിശുദ്ധനായ ചാവറയച്ചൻ ഒരിക്കൽ പറഞ്ഞു, ഒരാൾ മറ്റൊരാളുടെ ജീവിതത്തിൽ ഒരു നന്മയെങ്കിലും അവർക്ക് ചെയ്തു കൊടുക്കാത്ത ഒരു ദിവസം അവരുടെ ജീവിതത്തിൽ ഉള്ളതായി ദൈവം കണക്കാക്കുകയില്ല. നമുക്ക് മറ്റുള്ളവർക്ക് സാധിക്കുന്ന അത്ര നന്മകൾ ചെയ്യാനുള്ള മനസ്സ് വയ്ക്കാം. അങ്ങനെ നമ്മുടെ ദിവസങ്ങളെല്ലാം ദൈവം ഫലപ്രദമായ ദിവസങ്ങളായി കണക്കാക്കട്ടെ.